ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ബീസ് വേൾഡ്. മലയാളി ഫ്രം ഇന്ത്യ കണ്ടടി നമ്മളെ നിവിൻ പോളിന്റെ പടം. ജനഗണമനയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണി പുള്ളിക്കാരന്റെ പടം. അപ്പോൾ പടം നിവിൻ പോളിക്ക് ഒരു കംബാക്ക് ആണോ ചോദിച്ചാൽ ഞാൻ പറയും നിവിൻ പോളിക്ക് ഒരു കംബാക്ക് തന്നെയാണ് ഈ സിനിമ. പുള്ളിക്കാരന്റെ ഇതിന് മുമ്പുള്ള സിനിമകൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു നല്ല സിനിമയും നിവിന് ഒരു നല്ല റോളും തന്നെ കിട്ടിയിട്ടുണ്ട്. ജനങ്ങൾ എന്തായാലും തിയേറ്ററിൽ ഈ പടത്തിനെ കൈവിടില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ പടത്തിന്റെ സ്റ്റോറി എന്ന് വെച്ചാൽ നമ്മൾ ഈ ടീസറിലൊക്കെ കണ്ടതുപോലെ തന്നെ നാട്ടിലൊരു മതപരമായ ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അതിൽ നമ്മൾ പോയി പെടുന്നു, അതിന് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ട് വെളിനാട്ടിൽ പോകുന്നു, അതിനുശേഷം എന്ത് നടത്തുന്നത് അതാണ് ഒരു മെയിൻ പ്ലോട്ട്. പടം എന്തൊക്കെ പോസിറ്റീവ്സ് പടത്തിലുണ്ടെന്ന് വെച്ചാൽ നിവിൻ പോളി നല്ല സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കോമഡി നന്നായി ക്യാരി ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരൻ തന്റെ ഭാഗം വളരെ നീറ്റായി ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള പുള്ളിക്കാരി നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്യാരക്ടർ ചെയ്തിരിക്കും. നിവിൻ പോളിക്ക് ശേഷം നല്ലപോലെ സ്കോർ ചെയ്തിരിക്കുന്ന സിനിമയിൽ ഈ പുള്ളിക്കാരൻ നല്ലപോലെ സ്കോർ ചെയ്തിട്ടുണ്ട്, കാരണം നമ്മുടെ ക്യാരക്ടർ അത്ര സൂപ്പറായിരുന്നു. പിന്നെ ഇതിൽ സാഹിബ് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ കൂടെ നിവിൻ പോളി ഇന്ത്യ വിട്ട് പുറത്തു പോകുമ്പോൾ പുള്ളിക്കാരന്റെ ഒരു യജമാനായിട്ട് ഒരാൾക്ക് ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. പുള്ളിക്കാരനാണ് സെക്കൻഡ് ഹാഫ് ഉടനീളം നിവിൻ പോളിയും പുള്ളിക്കാരനാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ പാകിസ്ഥാനി ആയിട്ടാണ് വരുന്നത്. പുള്ളിക്കാരന്റെ റോളും സൂപ്പറായിട്ട് തന്നെ പുള്ളിക്കാരൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നന്നായി ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ കോമഡിയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറിയ റോളാണെങ്കിലും പുള്ളിക്കാരൻ നല്ലതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സലീം കുമാറും എന്താ പറയാ, ചെറിയ റോളാണെങ്കിലും ഒരു ഡയലോഗ് ക്യൂനിലൊക്കെ വരുന്നത് പോലെ കുറച്ചു നേരം ഉള്ളെങ്കിലും ക്യൂനിലൊരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയില്ല, അതുപോലെ ഇതിലും ഒരു ഡയലോഗ് നല്ലപോലെ തിയേറ്ററിൽ ക്ലാപ്പ് അടിക്കുന്നത് പോലെ ഒരു ഡയലോഗ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. സലീമറിന്റെ ക്യാരക്ടർ നല്ല സൂപ്പർ ആയിട്ടായിരുന്നു. പിന്നെ അതിലെ പാട്ട് ജേക്സ് ബിജോയുടെ പാട്ടുകളെല്ലാം കൊള്ളായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് പടത്തിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ആണ് പടത്തിന്റെ. കാരണം സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് കഥ എന്താണെന്ന് അറിയാം, കോമഡി നല്ലപോലെ ക്ലിക്ക് ആയിരിക്കുന്നതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. അതുപോലെ തന്നെ നമ്മള് വിചാരിക്കില്ല ഇങ്ങനെ ഒരു കഥയായിരിക്കുന്നത്, അത് സെക്കൻഡ് ഹാഫിൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കുറച്ച് നല്ലപോലെ സെന്റിമെന്റ് ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആന്റണി പടത്തിൽ പറയേണ്ടത് നമ്മുടെ ഡയറക്ടറായ ഡിജോ ജോസ് ആന്റണിയും റൈറ്ററായ ഷാരിസ് അഹമ്മദിനെയും കുറിച്ചാണ്. കാരണം ഇവർക്ക് അറിയാം, ഇവരുടെ ഫസ്റ്റ് സിനിമ ക്യൂൻ പോലെ തന്നെ ഒരു മുഴുനീള കോമഡി അല്ലാതെ അതിനുള്ള ഒരു നല്ല കണ്ടന്റ് വെച്ചിട്ട് കോമഡി അവതരിപ്പിച്ചാൽ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അവർക്കറിയാം. അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ആണ് അതിലുള്ളത്. നല്ലൊരു കണ്ടന്റ് ഉള്ളിലുണ്ട്, ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കണ്ടന്റ് ഉള്ളിലുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ചിട്ട് ഈ ഒരു ഇലക്ഷനും ഇന്ത്യയുടെ ഒരു സാഹചര്യം വെച്ചിട്ട് നല്ലപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേരളത്തിൽ നല്ലപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവം അവരുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു വൻ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ട് തന്നെയാണ് അവരെ സിനിമ എടുത്തിരിക്കുന്നത്. അതിനൊരു നല്ലൊരു അപ്ലോസ് കൊടുത്ത് നമ്മൾ പറ്റും. അപ്പോൾ എത്രയൊക്കെയാണ് പടത്തിൽ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. പടത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റിൽ കുറച്ച് വീക്ക് ആയതുപോലെ തോന്നി എനിക്ക്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫ് ഇന്റർവെലിനോട് അടുക്കുന്നത് വരെയും കോമഡി ഉണ്ടെങ്കിലും ആ ഇല്ലാ കോമഡി ഒന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല. അപ്പൊ നമ്മൾ ഇടയിൽ ഇങ്ങനെ ആലോചിച്ചു പോയി എവിടേക്കടാ ഈ സിനിമ ഇങ്ങനെ പോകുന്നതെന്ന് തോന്നി തുടങ്ങി. ഇന്റർവെലിനാണ് പിന്നെ കഥ ഒന്ന് പച്ചപിടിച്ച് വരുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ പടം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ നല്ലപോലെ തന്നെ പോയി എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ പടം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഫാമിലി ഓഡിയൻസ് ഉറപ്പായും കൈവിടില്ല. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഏത് വഴിക്കാണ് പോകുന്നത്, മതപരമായിട്ട് നമ്മൾ എന്താ പറയാ അടിമപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ ഈ പടത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചിരി മാത്രമല്ല, ചിന്തിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഡയലോഗ് അത്ര സ്ട്രോങ് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഒരു 2-3 ഡയലോഗ് ആണെങ്കിൽ 2-3 ഡയലോഗ് അത്രയും സ്ട്രോങ് ആണ്. അത് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് കടന്നു പോകുന്നത്, അതിന് നമുക്ക് ആ ഡയലോഗ് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരെന്നുദ്ദേശിച്ചാണ് എന്തുദ്ദേശിച്ചാണ് ഈ ഡയലോഗ്സ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനെ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തി മാത്രം കാണുന്ന കണ്ണുകളിൽ പാകിസ്ഥാനിലും കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ട്, അവരും ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ ഫുൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പടം. എന്താ പറയാ, നമുക്ക് ഫീൽ ഗുഡ് പോയി കണ്ടിരുന്ന് ഫീൽ ഗുഡ് ആയിട്ട് അവസാനം കണ്ടു കഴിഞ്ഞു വരുമ്പോൾ ഒട്ടും മോശമായി തോന്നിയില്ല, നല്ലൊരു പടം എന്ന് തോന്നുന്ന ഒരു സംഭവം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിവിൻ പോളിക്ക് ഒരു കംബാക്ക് തന്നെയാണ് സിനിമ. പക്ഷെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് നിവിൻ പോളിയുടെ വെയിറ്റ്, അത് തിയേറ്ററിൽ ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല, പക്ഷെ പണ്ടത്തെ ഒരു നിവിനെ കണ്ട് ഇപ്പൊ ആ ഒരു എന്താ പറയാ ഓടുമ്പോഴും ഒക്കെ നിവിൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് പോലെ തോന്നുന്ന ഒരു സങ്കടം. മേ ബി ഈ ഒരു ക്യാരക്ടറിന് ആ ഒരു വെയിറ്റ് ആപ്റ്റ് ആയിരിക്കും. കാരണം ഒരു അലസമായ ഒരു മലയാളി പയ്യനാണ്. ഒരു മണിക്കും പോലെ വീട്ടിൽ തിന്നും കുടിച്ചിരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ബോഡി ഷേപ്പ് ഇങ്ങനെ നല്ലതായിരിക്കും. പക്ഷെ അടുത്തൊരു പടത്തിലോട്ട് വരുമ്പോൾ നിവിൻ പോളി കുറച്ച് ബോഡിയിലൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം അത് ഈ സിനിമയിൽ അറിയുന്നുണ്ട്. എന്നാലും നല്ല കിടിലം വർക്കാണ് ഗൈസ്. എല്ലാവർക്കും തിയേറ്ററിൽ കയറി എൻജോയ് പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങളൊക്കെ സിനിമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ബീസ് വേൾഡ്. ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.